വെൽക്കം ടു ഇഷാസ് ഡയറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിന ചട്നിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുക. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 15 ചെറിയുള്ളി, പിന്നെ കുറച്ച് പുളിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന മാതിരി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ചധികം പുതിനയിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് സീസണിങ് ചെയ്യാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽ മുളകും ചേർത്ത് നമുക്ക് വറവിടാം. ഈ ചട്നിയിൽ നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.